കോഴിക്കോട് താമരശ്ശേരിയിലെ അമ്പായത്തോടും പരിസര പ്രദേശങ്ങളിലും ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള സിന്തറ്റിക് ലഹരിയുടെ വ്യാപനം കൂടുതലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. MDMA ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗവും വിൽപ്പനയും ഈ മേഖലയിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി മേഖലയിൽ മഹല്ല കമ്മിറ്റികൾ വഴി പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നതായും നാട്ടുകാർ പറയുന്നു. ഇതിനൊക്കെ ഇടയിലാണ് ഈ കഴിഞ്ഞ ദിവസം പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ കൈവശമുണ്ടായിരുന്ന MDMA പൊതി വിഴുങ്ങി പ്രദേശത്തുകാരനായ ഈ പ്രദേശവാസിയായ ഷാനിദ് മരിച്ചത്. കേരളത്തിലുടനീളം സംഭവിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലും നമ്മുടെ ഗ്രാമാന്തരങ്ങളിലും സിന്തറ്റിക് ലഹരിയുടെ MDMAയുടെ വ്യാപനം വളരെ രൂക്ഷമാണ്. ഇനിയും ക്രിയാത്മകമായ ഇടപെടലുകൾ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ മരിക്കാനും മറ്റുള്ളവർ കൊല്ലപ്പെടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് താമരശ്ശേരിയിൽ നടന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ഉമ്മയെ വെട്ടിക്കൊന്നത്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ വളരെ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ജീവിക്കാൻ വരെ ഭയമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രദേശത്ത് ഒരു വർഷത്തിലേറെയായി മഹല്ല് കമ്മിറ്റികളുടെയും മറ്റ് യുവാക്കളുടെയും നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിരോധ നടപടികൾ തുടരുന്നത്. എങ്കിലും മേഖലയിൽ ലഹരി വ്യാപനം രൂക്ഷമാകുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. വീടുവീടാന്തരം കയറിയിറങ്ങിയാണ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം തുടരുന്നത്. ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളെ വീടുകളിൽ കണ്ടെത്തിയാൽ മരണാനന്തര ചടങ്ങുകൾക്കുൾപ്പെടെ സഹകരിക്കില്ലെന്ന തീരുമാനത്തിലാണ് നാട്ടുകാരും. ഒരു വർഷത്തിലധികമായി പ്രദേശത്തെ ലഹരി ഉപയോഗിക്കുന്ന വരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുള്ളതായും നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടെ നടപടികൾ മഹല്ല് കമ്മിറ്റി ഒരു 6 മാസത്തിന് മുമ്പ് മഹല്ല് കമ്മിറ്റി ഇവിടെ ആളുകളൊക്കെ എല്ലാ വീടുകളിലും കയറി വിശദമായിട്ട് എല്ലാ വീടുകളിലും സംസാരിക്കുകയും കമ്മിറ്റി രൂപീകരിക്കുകയും ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് വളരെ നല്ല രീതിയിൽ പ്രതിരോധിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്തു. അന്നൊക്കെ ഒരു സമാധാനം ഉണ്ടായി. പിന്നെ വീണ്ടും പൂർവാധികം ശക്തിയോടെ ഇവിടെ കുറേ ആളുകളെ കേസിൽ മയക്കുമരുന്ന് പിടിച്ചു പോയ ആൾക്കാരുണ്ട്. പിടിച്ച് വീണ്ടും ജാമ്യത്തിലിറങ്ങി വീണ്ടും ഇതേ പരിപാടി ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ കൈവശമുണ്ടായിരുന്ന MDMA പൊതി വിഴുങ്ങി പ്രദേശത്തുകാരനായ ഷാനിദ് മരിച്ചത്. താമരശ്ശേരി അമ്പായത്തോട് പ്രദേശങ്ങളിൽ ഇയാൾ വ്യാപകമായി MDMA വിൽപ്പന നടത്തിയിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്തെ ഒഴിഞ്ഞ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ലഹരി സംഘങ്ങളുടെ പ്രവർത്തനം. ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ചില അന്ന് രാത്രി ഇവിടെ വന്ന് കിടക്കും. പിന്നെ കരിമ്പാലിനുമലാണോ പിന്നെ എവിടെയാണോ കിടക്കുന്നതെന്ന് അറിയില്ല. നാട്ടുകാർക്ക് അവനെ കൊണ്ട് വലിയൊരു ദ്രോഹം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതുണ്ട്, ഈ ബിസിനസ് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കണ്ട തെളിവുകളൊന്നുമില്ല. അങ്ങനെ എല്ലാവരും പൊതുവേ പറയലുണ്ട്. പക്ഷേ നമ്മളും സംശയിച്ച് പോകാറുണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് വെച്ചൊക്കെ കാണാറുണ്ട്. ഷാനിദ് താമസിച്ചിരുന്ന സ്ഥലത്ത് ആളുകളുമായി വലിയ ബന്ധമുണ്ടായിരുന്നില്ല. നേരത്തെയും ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു. ഷാനിദ് ഉൾപ്പെടുന്ന കണ്ണിയിൽ ഇനിയും ഒട്ടേറെ പേരുണ്ട്. ഇവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കോഴിക്കോട്.